ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ നേരത്തെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ മടിയായിരുന്നു. ഞങ്ങള് ഫുഡിന് തെണ്ടി ഇവിടെ ഏത് നാട്ടു സ്ഥലം എനിക്കറിയത്തില്ല. നാട്ടിൽ കാട്ടിക്കൊണ്ടുവന്ന് ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണ് എന്തായാലും ഉള്ളത്. ബാക്കിയുള്ളവരെ കാണിക്കാൻ പറ്റില്ല, കാരണം വിശപ്പിന്റെ വിളി കാരണം ചാടി കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഗൈസ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു, വീണ്ടും യാത്ര തുടരുകയാണ്. അതിന് മാത്രമേ നമ്മൾ ഇറങ്ങുന്നുള്ളൂ, അല്ലാതെ എന്തോ എടുക്കാനാ. ഞങ്ങള് കണ്ണൂർ എത്തിയിരിക്കുകയാണ്. 1:30 ആകുന്നു. ഞങ്ങള് റാറാ വിസിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി. തലശ്ശേരി കണ്ണൂര്, തലശ്ശേരി എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഫുഡ് കഴിക്കണേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മാംഗ്ലൂർ എത്തി. ഫുഡ് കഴിക്കാൻ നിർത്തി, ഫുഡ് കഴിച്ചു. ഞാൻ ഇതൊന്നും ഇടയ്ക്ക് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് മെൻ്റലി കുറച്ച് ബുക്ക് ചെയ്യലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് പെട്ടെന്ന് ഇങ്ങനൊരു ട്രിപ്പ് വന്നത്. അപ്പം എനിക്ക് വ്ളോഗ് എടുക്കാൻ ഉള്ള തക്ക ഓക്കെ ആയി വന്നിട്ടില്ല. എന്നാലും ഐ എം ട്രൈയിങ് ടു ഗെറ്റ് ബെറ്റർ. അപ്പം ഞങ്ങൾ ഇവിടെയാണ് എത്തിയത്. കഴിച്ചു. ഇനിയും 2.5 മണിക്കൂറും കൂടെ ഉണ്ട് മൂകാംബിക എത്താൻ. മണി 10:50 നമ്മൾ മൂകാംബികയുടെ കവാടത്തിൽ നമ്മളെ ഹോട്ടലിലെത്തി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ എഴുന്നേറ്റു. ഇപ്പോൾ 7 മണി ആകാറായി. ചേച്ചി രാവിലെ ഒരു ട്രിപ്പ് അമ്പലത്തിൽ പോയിട്ട് വന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി. ഇതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയായിരുന്നു വ്ളോഗ് എടുക്കുന്നത്. കണ്ടോ, സുന്ദരിമണി തമിഴ്നാട്ടിൽ പൊണ്ണായിട്ട് നിൽക്കുകയാണ് കർണാടകയിൽ വന്നിട്ട്. സോ ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ തൊഴുതു, 2 പ്രാവശ്യം കയറി തൊഴുതു പറഞ്ഞുതരാം. നമ്മളവിടെ നിന്ന് അലങ്കാരം സർവൈശ്വര്യം നമ്മളിതായി ഒരു ഫ്രഷ്നെസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുത് കയറി ഗജത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയും സരസ്വതി മണ്ഡപത്തിൽ പോയിട്ട് സബർണിയാണെങ്കിലും ഒക്കെ പോകണം. പിന്നെ ലഡു ആണ് ഇവിടുത്തെ പ്രസാദം. ലഡു ആണ്.
ഇതാരാ കാവിലെ ഭഗവതി നേരിട്ട് വരും. കുട്ടിയുടെ വൃത്തത്തിലാണ്. ഹലോ. അപ്പം എനിക്കറിയാം ഈ വ്ളോഗ് ഭയങ്കര മുറിഞ്ഞാണ് വരുന്നത്. കാരണം ഇതെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ നിൽക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞു. നമുക്ക് ചരടൊക്കെ ജപിച്ച് കിട്ടി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അതിന് മുമ്പേ സൗബർണിക നദിയിലും കൂടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ അന്ന് നടന്നു പോയായിരുന്നു. ഈ പാറയിൽ ചവിട്ടി തന്നെ അപ്പുറത്തേക്ക് പോയി. சரி அவன் அங்க உட்காரட்டும், நீ வாண்டி பூஜா. அவன் என்னோட போட்டோ எடுப்பான். அவன் அங்கேயே உட்காரட்டும். சரி அங்கேயே உட்காரு. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കയറി. ഇതാണ് ചിക്കൻ ഗീ റോസ്റ്റ്. ഡയറ്റൊക്കെ എങ്ങനെ പോകുന്നു? അതുപോലെ കറക്റ്റ്. ഹായ് ഗായ്സ്. അപ്പം നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തായിരുന്നു. ബിക്കോസ് എൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങി. കണ്ടോ ഞങ്ങൾ 92 തൊപ്പിക്കാര്. യാ വി ആർ ഫ്രം അമേരിക്ക. യാ ഞങ്ങളിപ്പം ഒന്നും മിണ്ടാതിരി, ഇതിനകത്ത് തന്നെ എന്നെ ട്രോളി കൊല്ലണോ. അപ്പം ഞങ്ങൾ ബേക്കൽ ഫോർട്ട് കാണാൻ വേണ്ടി ബേക്കൽ ഫോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഹായ് ഗായ്സ്. പാണി നമ്മൾ ബേക്കൽ ഫോർട്ടിൽ ഹായ് ഗായ്സ്. പാണി നമ്മൾ ബേക്കൽ ഫോർട്ടിൽ പോയി. ബേക്കൽ ഫോർട്ടിൽ പോയപ്പോൾ 5:30 വരെ ഉള്ളൂ കേട്ടോ, നിങ്ങളുടെ അറിവിന്. അവിടെ നമുക്ക് എൻട്രി. അപ്പം അത് നടന്നില്ല. അത് കാരണം നമ്മൾ ഇപ്പോൾ ബേക്കൽ ബീച്ചിൽ വന്നിരിക്കുകയാണ്. അതാ സുഹൃത്തുക്കളെ, ആ 3 പേർ നടന്നകുന്നത് ബീച്ചിലേക്കാണ്. ബേക്കൽ ബീച്ചിലേക്ക്. ഗൈസ്, ഇത് ലക്ഷദ്വീപ് അല്ല, മാൽദീവ്സ് അല്ല, ഇതാണ് ബേക്കൽ ബീച്ച്. പക്ഷെ നല്ല രസമുണ്ട്.